ഹലോ ഗൈസ്, പാർട്ട് 5 തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം എക്സൈറ്റഡ് ടു ഷെയർ മൈ ജേർണി ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ലേണിംഗ്. സോ എന്നെ നന്നാക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ കൂടി ഒന്ന് നന്നാക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഞാനൊരു പ്രൊ ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഒന്നുമല്ല, ബട്ട് ഐ ആം പാഷനേറ്റ് അബൌട്ട് ഹെൽപ്പിംഗ് അതേഴ്സ് വാട്ട് ഐ ഹാവ് ലേൺഡ്. In this channel, I will be discussing the key takeaways and lessons I have learned by reading these books. And also, I would like to say something that I'm also on a journey of improving my speaking skills. പല ടൈമിലും പല സമയത്തും എനിക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഷെയർ മൈ തോട്ട്സ് ആൻഡ് ഐഡിയാസ് വിത്ത് യു. Hope that you will join me on this journey of growth and self-discovery. So stay tuned. So let's go to part 5. ഞാൻ ജസ്റ്റ് ഒരു നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു പാര സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിക്ക് ടു യുവർ. സോ ആ ഒരു കോട്ടിനെ പറ്റിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറയുന്നത് ദിസ് വിൽ മേക്ക് യു മോർ പ്രൊഡക്റ്റീവ്. ഡോണ്ട് വറി അബൌട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ്. ഇഫ് സംതിങ് ഡസൻറ്റ് അഫക്റ്റ് യു, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പീപ്പിൾ ആർ ഓൾവേസ് വറിങ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഡസൻറ്റ് ഇമ്പാക്ട് ദം. You're the most important person in your life, so make it your goal and do your best for yourself. Stop worrying about the other people's opinion. 99% of the opinions, 99% ഒപ്പീനിയൻസും നമ്മൾ കേൾക്കുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതല്ല. നമുക്ക് നമ്മുടേതായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും വരും. പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളുടെ മൈൻഡ് തമ്മിൽ എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിക്ക് ടു യുവർ ബിസിനസ്. നമ്മളുടെ ബിസിനസ് നോക്കി നമ്മൾ പോവുക. ലാസ്റ്റ് ഇതിൽ ഒരു കോട്ട് പറയുന്നുണ്ട്, കീപ് യുവർ അറ്റൻഷൻ ഫോക്കസ്ഡ് എൻറ്റയർലി ഓൺ വാട്ട് ഈസ് ട്രൂലി യുവർ കൺസേൺ. And be clear that what belongs to others is theirs and none of yours. So, എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ പറഞ്ഞു വന്നാൽ just not think about what other people say. It's none of our business. So, stick to your business. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. KFC ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? KFC ചിക്കൻ കഴിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഈ KFC ചിക്കൻ? കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. സോ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് അറിയാവോ? സോ കേണൽ ഹാലൻ സാൻഡേഴ്സ് ആരാണെന്നറിയാമോ? ദ മാൻ ബിഹൈൻഡ് ദി കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, KFC ഫോം ചെയ്തത് ഇദ്ദേഹം ഉള്ളത് കൊണ്ടാണ്. അപ്പം അദ്ദേഹം എന്താണ് ഈ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയതിനു ശേഷം 1009 തവണ അദ്ദേഹം റിജക്ട് ചെയ്യപ്പെട്ടു. ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പുതിയ വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക്. എവരി റീസൺ ടു ക്വിറ്റ്. കുറേ റീസൺസ് ഉണ്ടായിരുന്നു ക്വിറ്റ് ചെയ്യാൻ. ഹി വാസ് 65 years old. ഹി ഹാഡ് നോ ജോബ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹി ബിലീവ് ഇൻ ഹിസ് ഓൺ റെസിപ്പി. ഹിസ് ഓൺ ബിസിനസ്സിൽ അദ്ദേഹം ബിലീവ് ചെയ്തു. Instead of wasting time complaining or comparing, he stick to his business or he stick to his idea. പല ആൾക്കാരും ചിരിച്ചു ഈ ഒരു റെസിപ്പിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. പലരും പറയുന്നത് പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇങ്ങനെയുള്ള പല ടോക്കുകളും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു. പല ആൾക്കാരും കുറച്ച് ആൾക്കാർ പറഞ്ഞ് നടക്കാത്ത കേസാണ്, ഇത് വിട്ടുകള, ഗീവപ്പ് ചെയ്യാം. ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേ ഇല്ല. അദ്ദേഹം ആ ഒരു റെസിപ്പിയും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവസാനം ഒരു യെസ് അദ്ദേഹത്തിന് കിട്ടി. ദാറ്റ് യെസ് ബിക്കേം എ multi-billion-dollar ഗ്ലോബൽ ബ്രാൻഡ്. പക്ഷേ ഈ സ്റ്റോറി നമുക്ക് എന്ത് മനസ്സിലാവും? കേണൽ സാൻഡേഴ്സിന് പല റീസൺസ് ഉണ്ടായിരുന്നു ഗീവപ്പ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ പറയുമ്പോൾ അവരൊക്കെ യങ്ങായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഇറക്കിയിട്ടേ കാര്യമുള്ളൂ. അവർക്ക് ക്യാഷ് ഉണ്ട്, അവരുടെയൊക്കെ എന്തോന്നാണ് ഡിഗ്രീസ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, എന്നെ കൊണ്ട് നടക്കണ കേസല്ല എന്ന് വിചാരിച്ചില്ല. ദിസ് ഈസ് മൈ റെസിപ്പി, ദിസ് ഈസ് മൈ ഡ്രീം, ഐ വിൽ സ്റ്റിക്ക് ടു ഇറ്റ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് കേണൽ സാൻഡേഴ്സ് ആ ഒരു ടൈമിൽ 65 years old, അതായത് റിട്ടയർമെന്റ് ഏജ് ടൈമിൽ അദ്ദേഹം ഈ റെസിപ്പി 1009 times റിജക്റ്റഡ് ആയിട്ടും അവസാനം എന്തോന്നാണ് അക്സെപ്റ്റൻസിന്, അതായത് ഇത്രയും റിജക്ഷൻസ് കിട്ടിയിട്ടും നമുക്ക് 1009 എന്ന് പറയണം. നമ്മളൊക്കെ ആണെങ്കിൽ 5 times റിജക്റ്റഡ് ആയ അങ്ങ് ഡിമോട്ടിവേറ്റഡ് ആയി പോകുന്ന ഒരു സീനാണ്. അപ്പം ഇത് 1009 times അദ്ദേഹം എന്തോന്നാണ് വെയിറ്റ് ചെയ്ത് ഈ റെസിപ്പി പിന്നെയും അദ്ദേഹം ട്രൈ ചെയ്ത് പലർക്കും ടേസ്റ്റ് ചെയ്യാനും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു യെസ് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? Stick to your passion and keep showing up, because one day 2010 the try must change the world. So ഈ എക്സാമ്പിളോടുകൂടി ഞാൻ പാർട്ട് 5 അവസാനിപ്പിക്കണം. ബൈ.